ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ യൂബർ ഓടാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ലാഭമുണ്ടോ അല്ലെങ്കിൽ പെട്ടുപോകുമോ, എന്താണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേരിങ്ങനെ അവരുടെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾ പെട്ടുപോകാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു രീതിയിലും കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം ഏതെങ്കിലും ഒരു ഇപ്പോൾ PMB ആണെങ്കിലും ക്യാരം ആണെങ്കിലും അതേപോലെ കുറേ കമ്പനികളുണ്ട്, എവറസ്റ്റ് അങ്ങനെ മെയിൻ അങ്ങനെ കുറച്ച് ഇതായിട്ടുള്ള കമ്പനികളിൽ നിന്ന് തന്നെ മാക്സിമം നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുക. പിന്നെ അല്ലാണ്ട് റെൻറ്റ് കൊടുക്കുന്നവർ എല്ലാവരും പറ്റിക്കുന്ന ഉടായ്പ ആൾക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. നല്ല രീതിക്ക് ഇങ്ങനെ കുറഞ്ഞ റെൻറ്റിൽ 12 മണിക്കൂറിലേക്ക് കൊടുക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് നമുക്കൊരു 11,000 ഒക്കെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് എടുക്കാൻ പറ്റും എന്നാണെങ്കിൽ അതാണ് ബെറ്റർ. കാരണം നമുക്കപ്പോൾ 24/7 നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടാവും. നമുക്കങ്ങനെ വേറെ നമുക്കിപ്പോൾ 12 മണിക്കൂർ എന്ന് പറയാൻ നേരത്ത് നമുക്ക് അതിൽ ഫ്യൂവൽ അടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ടൈം പോകും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ നമുക്ക് എങ്ങനെ ടൈം പോയാലും, ഇപ്പോൾ നമുക്ക് ഉച്ചക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിയാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ വൈകിട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് വണ്ടി എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് വേറെ പേടിയില്ല, എല്ലാം എഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകും. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള 11,000 ഒക്കെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് നമ്മൾ എടുക്കുമെന്നാണെങ്കിൽ മാക്സിമം ഒരു 90 ദിവസം നമ്മൾ വർക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ എമൗണ്ട് തിരിച്ച് കിട്ടുള്ളൂ. നമ്മൾ 90 ദിവസം അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു 90 ദിവസം വർക്ക് ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താനാണെങ്കിൽ നമ്മൾ ഈ 11,000 അവിടെ കൊണ്ടുപോയി കൊടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഈ 10,000 രൂപ 11,000 രൂപ എന്ന് പറയാൻ നേരത്ത് നമ്മളിപ്പോൾ സാധാരണക്കാരാണ് എല്ലാവരും. ഇങ്ങനെ നമ്മൾ യൂബർ ഓടാൻ വിചാരിക്കുന്നവർ തന്നെ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 11,000 അവിടെ കൊണ്ടുവന്ന് നമുക്ക് കളയാനായിട്ട് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എവിടെന്നെങ്കിലും കടം മേടിച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പൈസ ഒപ്പിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞത് 11,000 നമ്മൾ 90 ദിവസം. ഇപ്പം നമുക്ക് 90 ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പോയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. അങ്ങനെയൊക്കെ ഒന്നും വിഷയമില്ല. നമ്മൾ 90 ദിവസം എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം ഇത് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മളിപ്പോൾ വീഡിയോയിൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് എടുക്കാൻ പോയി, അടുത്ത ട്രിപ്പ് എടുത്ത് വൈകിട്ടാകുമ്പോഴത്തേക്ക് 3,000 രൂപ അങ്ങനെയൊക്കെ കാണിക്കാൻ നേരത്ത്, അത് നമ്മൾ വീഡിയോയിൽ ഒരു 20 മിനിറ്റിൻ്റെ 15 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ നേരത്ത് അത് അത്രയും ഈസി ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും നമ്മൾ വണ്ടി എടുത്ത് ഓടാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അത്യാവശ്യം റൂട്ടൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നമ്മളൊരു മാപ്പൊക്കെ എല്ലാം നല്ല കറക്റ്റായിട്ട് നോക്കി പോകണമെങ്കിൽ കൂടി നമുക്ക് 1, 2, 3 തവണയൊക്കെ എങ്ങനെ വന്നാലും തെറ്റിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ തന്നെ കുറേ തവണ അവിടെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ചെറിയ എന്തെങ്കിലും ടേണൊക്കെ എടുക്കാൻ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് കറങ്ങിയൊക്കെ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഫസ്റ്റത്തെ ഒരു 1-2 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ എങ്ങനെ വന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഫസ്റ്റത്തെ ഒരാഴ്ച അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ചെന്നിട്ട് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാൻ കയറി, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട് ഇങ്ങനെ പോയി ട്രിപ്പ് എടുക്കണം. അതിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ശരി, ബാംഗ്ലൂരാണെങ്കിൽ ശരി, എവിടെയാണെങ്കിൽ ശരി, നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ അത്രയും ഈസി ആണെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം അതിൻ്റേതായ കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ 15 ട്രിപ്പ് എടുത്ത് 3,500 രൂപ അങ്ങനെയൊക്കെ കാണിക്കാൻ നേരത്ത് അത് അത്രയുള്ളൂ, സിമ്പിളാണെന്ന് വിചാരിക്കണം. അപ്പോൾ അതിൻ്റെ പുറകിലെന്ന് പറയാൻ നേരത്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് 8-9 മണി വരെ ഓടിയിട്ടായിരിക്കും ചിലപ്പോൾ അത്രയും രൂപ ഒപ്പിക്കണത്. അപ്പോൾ അത് നമ്മളൊരു വീഡിയോയിൽ കാണിക്കാൻ നേരത്ത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരാഴ്ച ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നി അപ്പം തന്നെ നമ്മൾ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്കത് അതിൽ നഷ്ടമാണ്. കാരണം നമുക്കിപ്പോൾ ഈ ഒരാഴ്ച ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നത്തെ ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഒരാഴ്ച ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു ഇതിലേക്ക് ജോയിൻ ആവാനായിട്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പോയിട്ട് ഇപ്പോൾ ഓടുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു സാറ്റി. പുള്ളി ഇതേപോലെ പോയിട്ട് 2 ദിവസം
മൂന്നാമത്തെ ദിവസം 2 ദിവസം 2600 രൂപ കൂടി 10 ട്രിപ്പ് വെച്ച് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു തുടക്കത്തിൽ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം പുള്ളി എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ 4300 രൂപ കോടി എന്നും പറഞ്ഞിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു പുള്ളി. നോക്കട്ടെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോയി ജോയിൻ ചെയ്താ പുള്ളി. അപ്പോൾ ഇത് വേണ്ട, ഫസ്റ്റ് ദിവസം 12 മണിക്കൂർ ഓടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് 2646 രൂപ കാണിച്ചു തന്നു. ഫസ്റ്റ് ദിവസമാണ് പുള്ളി. ഇതിനു മുമ്പ് ഓടിയ എക്സ്പീരിയൻസിലൊന്നും ഇല്ലാതെ. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ എനിക്കിത് മൂന്നാമത്തെ ദിവസമായിട്ട് പുള്ളി അയച്ചു തന്നേക്കണേ 4333 രൂപ ഓടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വെറുതെ അല്ല, പുള്ളി കഷ്ടപ്പെട്ടിട്ടാണ് അത് നടന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി. 8 മണി തൊട്ട് 11:30 വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുള്ളിയുടെ വണ്ടി അവിടെ ഓടുന്ന. പുള്ളി കാരമീന്ന് എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം പുതിയ വണ്ടിയാണ് കിട്ടിയേക്കണെന്ന് പറഞ്ഞത്. കാരമീന്ന് പിന്നെ അത്യാവശ്യം പുതിയ വണ്ടികളാണ് കിട്ടുന്നത്. അപ്പോൾ പുള്ളി അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറയുകയും ചെയ്ത്, നമ്മുടെ കമൻ്റൊക്കെ കാണുകൊണ്ടിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ബ്രോ വേണമെങ്കിൽ ഇത് വീഡിയോ കാണിച്ചോ, നമുക്ക് ഇപ്പോൾ ഓട്ടോ ഇല്ലെന്ന് നമ്മുടെ ഇതിലിങ്ങനെ കമൻ്റൊക്കെ ഇടും, ഓടാൻ പറ്റുന്നില്ല എന്നവർ പറയുന്നവരൊക്കെ കാണട്ടെ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ആൾക്കാരുള്ളത്. ഇപ്പം ഇതിങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചാറ്റിൽ അതൊക്കെ തപ്പിയെടുക്കേണ്ടി വരും. കാരണം നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ബുദ്ധിമുട്ടാണ് ബ്രോ, പറ്റുന്നില്ല ഓടാൻ, അതാണ് അങ്ങനെയുള്ള അതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. കാരണം അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഇപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഈ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഇത്ര രൂപ ഓടാം, ഇപ്പം 4000 രൂപ കാണിച്ചിട്ട് 4000 രൂപ പെട്ടെന്ന് തന്നെ ഓടാം, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അതിപ്പോൾ പുള്ളി ആ 8 മണി തൊട്ട് 11:30 വരെ വർക്ക് ചെയ്തുകൊണ്ടിട്ട് മാത്രമാണ് പുള്ളിക്ക് അത്രയും ഒരു ഏണിങ്സ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും, കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കും പുള്ളിക്കും ഉണ്ടായിട്ടുണ്ടാവും ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ തരണം ചെയ്ത് ഒരാഴ്ച 1-2 ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം നമുക്കിപ്പോൾ ഒരുപാട് അറിയാനൊന്നും ഇല്ല ഇതിനെ പറ്റിയിട്ട്, ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മൊന്ന് ചെയ്ത് കാണുന്ന പോലെയല്ല, നമ്മൾ ചെയ്ത് ഒരാഴ്ചയൊക്കെ നമ്മൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ 2 ടൈപ്പ് ആൾക്കാരാണ് വരുന്നത് നമുക്ക് മെയിനായിട്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഓടാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് അവർ ചിലപ്പോൾ പറയും നമുക്ക് ഇങ്ങനെ ഫസ്റ്റത്തെ ഒരാഴ്ച ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയും നമുക്കിത് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് ഇത് പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നിർത്തും. അങ്ങനത്തെ സാഹചര്യവും ഉണ്ട്. അപ്പോൾ പണിയെടുക്കണം, കഷ്ടപ്പാടുണ്ട്, ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് വരാനായിട്ട് ആരെയും നിർബന്ധിക്കുന്നുമില്ല, നമുക്ക് ആരെയും ഇതിൽ കൊണ്ടുപോകാനൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണതിൽ പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാരം എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലാൻസൊക്കെ കുറച്ചും കൂടി അപ്ഡേറ്റ് ആണ്. അതായത് അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി ഗുണമാണ് നമുക്കത്. നമ്മൾ ഡ്രൈവേഴ്സിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 ട്രിപ്പ് എടുക്കുമ്പോൾ 150 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. 140 ട്രിപ്പ് എടുക്കുമ്പോൾ 150 രൂപ തന്നെയാണെങ്കിലും ഒരു മിനിറ്റ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഒരു 120 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 229 രൂപയാണ് റെൻറ്റ് വരുന്നത്. 140 ട്രിപ്പ് നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ തീർത്തു പറയില്ല. കാരണം ഇപ്പം ഈ പുള്ളി 4400 കോടി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എഫേർട്ട് ഇടാൻ നന്നായിട്ട് ചെയ്യുന്നവരെ കൊണ്ട് പറ്റുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ കൂടി ഞാൻ അത് ചെയ്യുന്നവരെ എനിക്ക് ഡയറക്റ്റ് പരിചയമുണ്ട്. അപ്പോൾ പറ്റുന്നില്ലെന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 105 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 350 രൂപ നമുക്ക് റെൻറ്റ് വരും. 24/7 നമുക്ക് വണ്ടി കയ്യിലുണ്ടാവും. 24 hours നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടാവും. 350 രൂപ റെൻറ്റ് വരുള്ളൂ. 105 ട്രിപ്പ് നമ്മൾ 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതാണ്. ഇല്ലെന്നാണെങ്കിൽ കൂടി നമ്മൾ 90 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ 475 രൂപയാണ് ഈ പറഞ്ഞ കമ്പനിയിൽ റെൻറ്റ് വരുന്നത്. നമുക്കിപ്പോൾ ബോണസൊക്കെ ഉണ്ട്, അവിടെ നിന്ന് റെഫറൽ ബോണസൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അതിപ്പോൾ ഏത് കമ്പനി ജോയിൻ ചെയ്താലും ഇപ്പം നമ്മൾ ഒരു റെഫറൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആര് ജോയിൻ ചെയ്താലും
ആ റെഫറൽ ബോണസ് നിങ്ങൾക്ക് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ ആ റെഫറൽ ബോണസിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ജെന്യുവനായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ചിലർ പറയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നത് തന്നെ അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ വിളിക്കുന്നവർക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാറുണ്ട്. റെഫറൽ ബോണസ് കിട്ടുന്നത് നമ്മൾ സാധാരണക്കാർ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്തായാലും എടുക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയൊരു എമൗണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയുന്നവരോട് ഇപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സുള്ളവരോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിക്കാൻ വേണ്ട, മെസ്സേജ് അയക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഡയറക്റ്റ് നിങ്ങൾ പോയിട്ട് ആ കമ്പനിയിൽ എൻ്റെ പേരും പറയേണ്ട, ഒന്നും പറയേണ്ട. പോയാലും നിങ്ങൾക്ക് വണ്ടി കിട്ടും അവിടെ നിന്ന്, മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നേരത്തേനേക്കാളും കുറച്ചും കൂടി വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പ്ലാൻസിൽ. ഇപ്പം നിലവിൽ എൻ്റെ ഒരു അറിവിൽ അത്യാവശ്യം ഇവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പുതിയ വണ്ടികളാണ് ഈ കാരം എന്ന് പറഞ്ഞ കമ്പനി കൊടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് പോയി എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയുള്ള പുതിയ വണ്ടികളാണ് കിട്ടിക്കൊണ്ടിരുന്നു വെച്ചത്. PMBനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി പ്ലാനും കൂടി നോക്കാൻ നേരത്തെ നമുക്ക് കുറച്ചും കൂടി ബെറ്ററാണ്. കാരണം PMBയിലേക്ക് കമ്പയർ ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത വീഡിയോനേക്കാളും പിന്നെയും ഇവരുടെ റെന്റിൽ കുറവുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 ട്രിപ്പ് എടുക്കുമ്പോൾ 150 രൂപ, 120 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഈ കാരമിൽ തന്നെ പറയണേ, 125 ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്കും 249 രൂപ അങ്ങനെയായിരുന്നു. ഇപ്പോൾ 120 ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 229 രൂപ ആ ഒരു ചേഞ്ചാണ് വന്നേക്കണത്. നേരത്തെ 125 ട്രിപ്പ് എടുക്കുമ്പോഴായിരുന്നു, ഇപ്പോൾ 120 ട്രിപ്പ് എടുക്കുമ്പോൾ 229 രൂപ. അതേപോലെ തന്നെ നേരത്തെ 110 ട്രിപ്പ് എടുക്കുമ്പോൾ 444 രൂപയായിരുന്നു വന്നേച്ചത്. ഇപ്പോൾ വന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 ട്രിപ്പ് എടുത്താൽ മതി. 110 എടുക്കുമ്പോഴായിരുന്നു 444 രൂപയെങ്കിൽ 105 ട്രിപ്പ് എടുക്കുമ്പോൾ 444 രൂപയില്ല, 350 രൂപയുള്ളു. അപ്പോൾ അതും നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ട്രിപ്പ് ഒന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഈ ഒരു 105 ട്രിപ്പ് 90 ട്രിപ്പ് അതൊക്കെ നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആ ഒരു ഇതിൽ നമുക്ക് കുറച്ച് ലാഭമായിട്ട് ഇരിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞത്. 105 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം നോക്കിയാൽ നമുക്കൊരു 350 രൂപ. പിന്നെ നമുക്ക് കൂടുതൽ എത്ര വേണേലും എടുക്കാം, നമ്മത് ഓടുന്ന പോലെ ഇരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ആ ഡീറ്റെയിൽസ്. പിന്നെ പെട്ടു പോവാന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞിടക്ക് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് പുള്ളി ഇതേപോലെ വേറൊരു ഫ്ലീറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് അവർ ഇതേപോലെ എഗ്രിമെൻ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് എന്തോ ചെയ്തിട്ട് പുള്ളിയുടെ ആ ഫ്ലീറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണില്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമുക്ക് തന്നെ റിമൂവ് ചെയ്യാമെന്ന് തോന്നാം. പക്ഷേ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം എന്നിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്നില്ല. വേറെ പുള്ളിക്കപ്പോൾ വേറെ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ വണ്ടി എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങൾ ഏത് കമ്പനി ആയിക്കോട്ടെ, മാക്സിമം ഒരു നല്ല കമ്പനികളിൽ നിന്ന് തന്നെ മാക്സിമം വണ്ടി എടുക്കാൻ നോക്കുക. പിന്നെ ഈ അധികം ഇങ്ങനെ പരിചയമില്ലാത്ത ഇപ്പം ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് തന്നെ വണ്ടി എടുത്തിട്ട് ഫ്ലീറ്റ് നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇപ്പം കാരമിൽ നിന്നാണെങ്കിലും PMBയിൽ നിന്നാണെങ്കിലും ഒരു ഇത്ര നിശ്ചിത വണ്ടി അവർക്കപ്പോൾ ഒരു റേറ്റിൽ കിട്ടും. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഇപ്പം നമ്മളെ വെച്ചിട്ട് ഡ്രൈവറായിട്ട് വെച്ചിട്ട് അങ്ങനെ ഓടിക്കുന്നവരും കുറേ പേരുണ്ട് 12 മണിക്കൂറിലേക്ക്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഏണിങ്സ് കിട്ടണമെന്നാണെങ്കിൽ മാക്സിമം നമുക്ക് ഈ ഒരു ഇതാണ് എനിക്ക് തോന്നണ കുറച്ച് ബെറ്റർ എന്ന് തോന്നണ അറിയും. നമ്മൾ ഈ ഒരു ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് മാക്സിമം ഒരു അങ്ങനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു 11,000 ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് 24 അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടാവും. നമ്മൾ പിന്നെ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് കമ്പനി കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ. പിന്നെ നമുക്ക് നൈറ്റ് ഓടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ നമുക്ക് ഈ രാവിലെ നൈറ്റൊക്കെ ആയിട്ട് ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നൈറ്റ് പിന്നെ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല, അതൊക്കെ നോക്കുമ്പോൾ സുഖമാണ്. പിന്നെ നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ട്രാഫിക്കാണ്. ട്രാഫിക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ട്രാഫിക് അത്യാവശ്യം നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമെന്നാണെങ്കിൽ ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് മാത്രം ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടും കൂടി നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങൾ അന്വേഷിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഈസി അല്ല. ഇപ്പോൾ ഇത്ര ദിവസം വർക്ക് ചെയ്യുമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ ആരെങ്കിലും ഇപ്പോൾ 10,000 രൂപ 11,000 രൂപ കൊണ്ടേ കളയാനുണ്ടാവില്ല. എൻ്റെ കയ്യിലല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയണത്. അപ്പം അല്ലെന്നാണെങ്കിൽ നമുക്ക് ആ പൈസ വെറുതെ ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടു കൊടുക്കണമെങ്കിൽ നമുക്ക് ആ പൈസ അവിടെ നിന്ന് തിരിച്ച് കിട്ടില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം, നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ.
അപ്പോൾ മാക്സിമം ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ നിന്ന് എടുക്കാൻ നോക്കുക. ഈ അല്ലാത്തവരുടെ നിന്ന് എടുത്തിട്ട് അവിടെ പോയി നമുക്ക് അങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട് അതായതാന്നൊക്കെ പറഞ്ഞ് പെട്ടുപോകാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോയൊക്കെ ഇഷ്ടമായെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ അടിയിൽ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ എൻക്വയറി ഉണ്ടെന്നാണെങ്കിൽ ജോയിൻ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാലേ കിട്ടുള്ളൂ. അപ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യണമെന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അവിടെ ഡയറക്റ്റ് ചെല്ലുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലെങ്കിൽ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളത് പറയാനായിട്ട്. പിന്നെ പണിയെടുക്കാണ്ട് നമുക്കൊരു പണി നടക്കൂല. മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, എന്ത് കാര്യത്തിനാണെങ്കിലും ശരി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമായെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.